Hi everyone, Assalamu alaikum, good morning. Hope you are doing well, get Ami here. എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ്, റാഹത്താണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി ടു പോസിറ്റീവ് എനർജി. അതായത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നെഗറ്റീവ് എനർജിയാണല്ലോ. അതായത് ഇന്ന് ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് മോശമായ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിൻ്റെ കാര്യം നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ ഡെയിലി കൊടുക്കും. ആ ഒരു ദിവസം ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ആ വ്യക്തിൻ്റെ പോയിൻ്റ് മാത്രം ഡെയിലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന സംഭവം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏറ്റവും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്താണല്ലേ. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇന്ന് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് മോശമായ രീതിയിലാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മനസ്സിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മൾ എടുക്കാനേ പാടില്ല. ആ വ്യക്തി അവിടുന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നെവർ മൈൻഡഡ്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ വ്യക്തികളും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എല്ലാ വ്യക്തികളും നല്ലതല്ല. എല്ലാവരുടെ സൈഡിലും നെഗറ്റീവായ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഇതിൽ നിന്ന് തന്നെയാണ് കരകയറിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ വിലയിരുത്തുന്ന സമയത്ത് ആദ്യം നമ്മൾ എത്രമാത്രം നല്ലതാണോ അല്ലെങ്കിൽ നല്ല വ്യക്തിയാണോ ആദ്യം നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇന്ന് മറ്റൊരു വ്യക്തിയെ നമ്മൾ കളിയാക്കുകയും പല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആണോ, നമ്മൾ ആദ്യം പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കുക. എന്നിട്ട് മറ്റുള്ള വ്യക്തികളെ ടോക്ക് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിൽ കൊടുക്കണം വെച്ച് കഴിഞ്ഞാൽ ഐ ആം പോസിറ്റീവ് പേഴ്സൺ, ഞാൻ നല്ല പേഴ്സണാണ്, ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കും എന്നിങ്ങനെ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തിൻ്റെ സൈഡിൽ നിന്ന് ഇനിയൊരു വാക്കുകളും നമ്മുടെ സൈഡിലേക്ക് വരില്ല. ഇങ്ങനെ പല തരത്തിലുള്ള ടീം മെമ്പേഴ്സ്, അതായത് മാം എന്നെ അവരങ്ങനെ പറഞ്ഞു, എന്നെ ഇവരിങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു മാം, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് കരകയറേണ്ടത്. അപ്പോൾ ഡെയിലി അവർ പ്രാക്ടീസ് ചെയ്ത സമയത്താണ് അവർ ഇതിൽ നിന്നും കരകയറിയിട്ടുണ്ടായത്. നെഗറ്റീവ് പറയുന്ന ടീം മെമ്പേഴ്സിൽ നിന്ന് നമ്മൾ വിട്ടുമാറി നമ്മളായിട്ട് നിന്ന് നമ്മളെ കാര്യത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ നിങ്ങളെന്നും പെർഫെക്റ്റ് പേഴ്സണാണ്. ഓക്കെ.